ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പരിപാടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മെയിൻലി എന്ന് പറയുന്നത് നമുക്ക് ഇവളുടെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം അതിൻ്റെ സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവൾ ഇൻ്റർവ്യൂവിൽ കയറി. അപ്പം ഐ വാസ് വെയിറ്റിംഗ് ദെയർ. കുറേ ടൈം ഞാൻ വെയിറ്റ് ചെയ്തു. ആക്ച്വലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് വേഗം പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ കുറേ ടൈം എടുത്തു. സോ ലാസ്റ്റ് നൈറ്റ് ഞങ്ങൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായി. അങ്ങനെ ഞാൻ ഏതോ ഒരു ഹോട്ടലിൽ വന്നിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അവളുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവളും ചോറൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ എടുത്തില്ല, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലേക്കായിരുന്നു പോയത്. ഞാൻ കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ്ലി നമ്മളെ കസിൻസിൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഞാൻ ആക്ച്വലി ഇങ്ങനെ കറങ്ങിയിട്ടൊന്നുമില്ല കൊച്ചിയിൽ. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഇവൾ സോ ലോങ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ അറിയാം. സോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഞങ്ങളിവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കൊച്ചി നഗരത്തിൽ വന്നിട്ട് എനിക്കൊരു ഫുഡ് പോലും മനസ്സിലാക്കി. കടയിൽ പോയിട്ട് അത് അവളായിട്ട് പോയതാട്ടോ. ഒരു വലിയ കഥയാണ്. ഒരു ചിക്കൻ കറി കഴിച്ചിട്ട് എന്നിട്ടോ ഓർഡർ ചെയ്തത് കഴിച്ചിട്ടുമില്ല. രാവിലെ പറഞ്ഞ ഫോട്ടോ വെച്ച് പോയിട്ട് നല്ല ചോറ് കറിയൊക്കെ കഴിക്കാതെ. അപ്പൊ തന്നെ അത് സമയമായി ഓൾറെഡി. ഞാൻ എന്ത് ചെയ്യാനാ, ഓൾറെഡി ലേറ്റ് ആയി. നമ്മൾ ഓഫീസിൽ കാര്യങ്ങളിലൊക്കെ പോയപ്പം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി. അപ്പം പിന്നെ ഫുഡ് കഴിക്കാനോ പോവാനോ പറ്റിയില്ല. പിന്നെ നമ്മൾ ടയേർഡായി. ഞാൻ ഓൾറെഡി ടയേർഡായി. ഈ വെയിലത്ത് ഡാഡിക്ക് നടക്കാൻ വയ്യെന്ന് പറഞ്ഞു. കുറച്ച് റിലാക്സേഷൻ. അതെ, നല്ല വ്യൂ അല്ലേ, നല്ല ഭംഗി. അപ്പൊ നമ്മള് കുറച്ച് സംസാരിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണ്ട അല്ലെ ക്ലാരി? വാചകം ഒക്കെ അടിച്ച് അതെ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൽ പോകും. അല്ല, നമ്മള് ഉപ്പിലിട്ട എന്താ പൈനാപ്പിൾ കഴിക്കാൻ ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. ഉപ്പിലിട്ടത് എനിക്കത് കഴിക്കണം. അതായത് അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനിന്ന് നമ്മളെ കൊണ്ടു. ബൈ ഗൈസ്. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം. അതെ. പിന്നെ ഇച്ചിരി നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ദേ ഈ വ്യൂ ഒക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കി ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടി പോവായിരുന്നു. ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു കോഫി കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു കടയിൽ കയറി 2 കോഫിയും പിന്നെ ഒരു പോക്കറ്റ് ഷവർമ അങ്ങനെ എന്തോ കഴിച്ചായിരുന്നു കേട്ടോ. ആക്ച്വലി ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലേക്കാട്ടി ഭയങ്കര എക്സ്പെൻസാണ് ഇവിടെ കൊച്ചിയിൽ. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ടത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം അല്ലെങ്കിൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ കാണാറുണ്ട് ഉപ്പിലിട്ടത്. പക്ഷേ ഇവിടെ കുറേ ഷോപ്പ് ഉണ്ടെങ്കിലും ഉപ്പിലിട്ടത് മാത്രമില്ല. കട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, പക്ഷെ ഉപ്പിലിട്ടതില്ല. അപ്പം ഞങ്ങളത് കണ്ടുപിടിക്കാനായിട്ട് കുറേ നടന്ന് മുന്നോട്ടേക്ക് തന്നെ പോയി. ഞങ്ങൾക്ക് ടൈമുണ്ട്, ടൈമുണ്ട്. ഞങ്ങളുടെ ട്രെയിൻ 12:10 സോ വി ഹാവ് ടൈം. അങ്ങനെ ആൻഡ് ഗൈസ് ഇവിടെ നടക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ബോറടിയൊന്നുമില്ല, നല്ല രസമാണ്. കപ്പിൾസ് ആയാലും ഫാമിലീസ് ആയാലും എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുകയൊക്കെ ചെയ്യും. നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ ഉപ്പിലിട്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കേട്ടോ പോർഷൻ
നല്ലത്. ഫൈനലി ഗ്ലാഡി വീട്ടിലേക്ക് പാർസൽ എടുത്തേക്കുന്നു. എന്താ പറഞ്ഞ ഇവിടെ കഴിക്കാനാണ് ഡബിൾ ഓംലെറ്റ് ആണോ? താരയുടെ മുട്ട ഇട്ടിരിക്കുന്നു. അല്ല ഓംലെറ്റ്, സോറി, താരയുടെ മുട്ട എന്നൊക്കെ. ഓംലെറ്റ് ഇട്ടിരിക്കുന്നു. നല്ല ചൂട്. അങ്ങനെയുണ്ട്. ഇഷ്ടമായ ഭയങ്കര ഇഷ്ടമല്ലേ? കഴിച്ചോ. സോ ഗൈസ്, നമ്മളെ ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് സേഫായിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റത്തെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ആ സമയമാകുമ്പോൾ എന്തൊക്കെയോ തിരക്കും, പിന്നെ എൻ്റെ ഫോൺ ഓൾറെഡി ഓഫായിട്ടുണ്ടായി. അപ്പം എനിക്ക് എടുക്കാൻ വീഡിയോസ് പറ്റിയില്ല. അപ്പം ഞങ്ങളുടെ ഇന്നലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ തന്നെ ഒരു 8:30 ഒക്കെ ആയി. അപ്പം ഫോൺ ഓൾറെഡി ഓഫാണ്. എന്നിട്ട് ചാർജൊക്കെ വെച്ചു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാകുമ്പോൾ തന്നെ ഒരു ടൈം ആയി. പിന്നെ ഞങ്ങളുടെ ട്രെയിൻ 12:10 സോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി. ഒരു 10 മിനിറ്റ് ഒക്കെ ആയപ്പം ട്രെയിൻ വന്നു. ഞങ്ങൾ കയറി. സോ സേഫായിട്ട് ഞങ്ങൾ എത്തി വീട്ടിലേക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി വീഡിയോ ആണ്. സോ ഗൈസ്, ഇതൊരു കുട്ടി വ്ളോഗായിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ പിന്നെയും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ടാണ് മെയിൻ എനിക്ക് വേണ്ടത്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.